ഇന്ന് നമ്മൾ നോക്കുന്നത് ശിലകളെക്കുറിച്ചാണ്. അപ്പോൾ ശിലകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ശിലകളാണ് പ്രധാനമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആഗ്നേയശില, അവസാദശില, കായാന്തരിക ശില. അപ്പോൾ ഇതിലേതാണ് ശിലകൾ എന്ന് പറയുമ്പോൾ ധാതുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ശിലകളെക്കുറിച്ച് ഉള്ള പഠനത്തെ പറയുന്ന പേരാണെന്ത്? പെട്രോളജി. അപ്പോൾ ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ധാതുക്കൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിലിക്ക, അബ്രം, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നീ ധാതുക്കൾ കൊണ്ടാണ് ശിലകൾ ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെട്രോളജി അല്ലെങ്കിൽ ശിലാശാസ്ത്രം എന്ന് പറയുന്നു. ശിലകൾ 3 വിധത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിക ശിലകൾ. ആഗ്നേയ ശിലകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയർന്നു വരുന്ന ഉരുകിയ ശിലാദ്രവം അല്ലേ. ഏതൊക്കെയാണ്? മാഗ്മ അല്ലെങ്കിൽ ലാവ ഉപയോഗിച്ചിട്ടാണ് ഭൂവൽക്കത്തിൽ വെച്ച് ഇവ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു, മാതൃശില എന്ന് പറയുന്നു, അടിസ്ഥാന ശില എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയശില തന്നെയാണ്. ഈ ആഗ്നേയശില രൂപം കൊള്ളുന്നത് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയർന്നു വരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ച് ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണെന്ത്? ആഗ്നേയ ശിലകൾ. ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടാൻ കാരണം എന്താണ്? മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകളിൽ നിന്നാണ് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ മാതൃശില എന്നൊക്കെ പറയുന്നത്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമേറ്റ് ഇതൊക്കെ വരുന്നത്. ഇനി ഭൂവൽക്കത്തിൻ്റെ ഏകദേശം 2 ഭാഗം എന്താണ്? ഈ ഒരു ആഗ്നേയശിലകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ 2 ഭാഗവും ആഗ്നേയശിലകളാണ്. അതുപോലെ ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണെന്ത്? ഗ്രാനൈറ്റ്, ഡോളമേറ്റ്, ഗ്രാബോ ഒക്കെ വരുന്നത് കേട്ടോ. ആഗ്നേയശിലകൾ ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഫോസിലുകൾ ഇല്ലാത്ത ശില ഏതാണെന്ന് ചോദിച്ചാൽ ആഗ്നേയശിലയാണ്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ്. പ്രാഥമിക ശില, പൃഥ്വിശില, അടിസ്ഥാന ശില എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അഗ്നിപർവ്വത ജന്യശിലകളെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അഗ്നിപർവ്വത ജന്യശിലകൾ, അതുപോലെ പ്രാഥമിക ശില, പൃഥ്വിശില, അടിസ്ഥാന ശില എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. ഫോസിലുകൾ ഇല്ലാത്ത ശില ഏതാണെന്ന് ചോദിച്ചാൽ ആഗ്നേയശിലയാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും ആഗ്നേയശിലയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ അഗ്നിപർവ്വത ജന്യശിലകൾ എന്നറിയപ്പെടുന്നതും ആഗ്നേയശിലയാണ്. അപ്പോൾ ആഗ്നേയശില ഉണ്ടാകുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, എന്താണ്? ലാവയോ അല്ലെങ്കിൽ മാഗ്മയോ ഒക്കെ ഉരുകി മുകളിലോട്ടേക്കോ അല്ലെങ്കിൽ താഴെ അടിഭാഗത്തോ രൂപം കൊള്ളുന്നതാണ് ഈ ആഗ്നേയശില എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ആഗ്നേയശില നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതാണ്? ബാഹ്യജാത ശിലകൾ, അന്തർവേദ ശിലകൾ. അപ്പോൾ ഈ 2 ശിലകളും ഈ ഒരു ആഗ്നേയശിലയിൽ തന്നെ വരുന്നതാണ്. ബാഹ്യജാത ശിലകൾ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ അല്ലേ, ബാഹ്യം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മുകളിൽ ലാവയാണല്ലോ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മുകളിൽ വരുന്നത്. അപ്പോൾ ആ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് ബാഹ്യജാത ശിലകൾ. ഇനി ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ബസാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? പരൽ രൂപമില്ലാത്ത ശിലകളാണ് ബസാൾട്ട്. അപ്പോൾ ബസാൾട്ട് എന്ന് പറയുന്നത് ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ്. ഇവയുടെ രൂപഘടന എന്ന് പറയുന്നത് എന്താണ്? പരൽ രൂപമില്ലാത്ത ശിലയാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് അന്തർവേദ ശിലകൾ. അന്തർവേദ ശിലകൾ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിനടിയിലായിട്ട് മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് അന്തർവേദ ശിലകൾ. അപ്പം അന്തർവേദ ശില എന്ന് പറയുന്നത് മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ്. ബാഹ്യവേദ ശിലകൾ എന്ന് പറയുന്നത് ലാവ തണുത്തുറഞ്ഞ് മുകൾ ഭാഗത്തുണ്ടാകുന്നതാണ്. ഇനി അന്തർവേദ ശിലകളുടെ മറ്റൊരു പേരാണെന്ത്? പ്ലൂട്ടോണിക് ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലൂട്ടോണിക് ശിലകൾ എന്ന് ചോദിച്ചാലും അന്തർവേദ ശിലകളാണ്. അതുപോലെ പാതാള ശിലകളെന്നും ഈ ഒരു പ്ലൂട്ടോണിക് ശിലകളുടെ മറ്റൊരു പേരാണ് പാതാള ശിലകൾ. അപ്പോൾ പാതാളം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഭൂമിയുടെ അടിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്തർവേദ ശിലകൾ എന്ന് പറയുമ്പോൾ പ്ലൂട്ടോണിക് ശിലകൾ എന്ന് പറയുന്നതൊക്കെ ഈ ഒരു പാതാള ശിലകൾ എന്നാണ് ഇതിൻ്റെ ഒരു അതർ നെയിം പറയുന്നത്. ഉദാഹരണം ഗാബ്രോ ആണ് അന്തർവേദ ശിലയ്ക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു.